ഈ സാധനമായിരിക്കും, സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇത് കോഫിക്ക് വേണ്ടി ചെയ്തു. കോഫി വേണ്ട, കുടുംബത്തെ പറഞ്ഞിട്ടില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സുമധുര ബിൽഡേഴ്സിന്റെ ഒരു സൊസൈറ്റിയിലാണ്. സുമധുര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വലിയ ബിൽഡേഴ്സ് ആയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒക്കെ പോലെ ഒരു വലിയ എന്താ പറയാ വലിയൊരു ബിൽഡേഴ്സ് ആണ് സുമധുര ഇവിടെ ബാംഗ്ലൂരിൽ. ഇവർക്ക് കുറെ സൊസൈറ്റികളൊക്കെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അപ്പൊ വൈറ്റ് ഫീൽഡിലെ ഒരു സൊസൈറ്റിയാണിത്. ഇത് അത്യാവശ്യം വലിയ സൊസൈറ്റിയാണ്, അത്യാവശ്യം നല്ല ഏക്കേഴ്സ് ഉണ്ട്. ഇത് കുറെ ബിൽഡിംഗ് ബ്ലോക്സ് പോലെയാണ് ഓരോ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ലൈക്ക് ABCIJHK അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ ബ്ലോക്കും തരംതിരിച്ചേക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് എന്റെ ഫ്രണ്ട് റെന്റ് ഔട്ട് ചെയ്ത ഒരു ഫ്ലാറ്റിന്റെ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ എൻട്രി പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് മൈഗേറ്റ് വഴിയാണ് നമ്മൾ എൻട്രി ചെയ്തത്. അപ്പൊ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ഫ്രണ്ട് ആരെ നമുക്കുള്ളതെന്ന് വെച്ചാൽ റിലേറ്റീവ്സ് ആരെന്ന് വെച്ചാൽ അവർ നമ്മളെ ഗസ്റ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്കൊരു കോഡ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ ആ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടത്തേക്ക് എൻട്രി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തോട്ടേക്ക് പോകാം. അപ്പൊ നമ്മളിത് എത്തി, ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലെത്തിട്ടോ, റൂമിന്റെ ഫ്രണ്ടിലെത്തി. ഇവർക്ക് ഇവിടെ ഒരു കോഫി ഉണ്ട്. കോഫി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ആവശ്യമല്ല, ഇവരുടെ പെറ്റാണ്, പട്ടിയാണ്. അത് ബീഗിളിന്റെ ബ്രീഡാണ്. അകത്തേക്ക് പോവാട്ടോ, എനിക്ക് കുറച്ച് പേടിയുണ്ട് പട്ടീനെ കോഫിയില്. അപ്പൊ നമുക്ക് നോക്കിയിട്ട് തുറക്കാം. ഹലോ, ഇതാണ് ചിയാൻ, പിന്നെ ചിയാന്റെ വൈഫ് വിജി. ചിയാൻ ശരിക്കും പേര് ചിയാൻ എന്നല്ല കേട്ടോ, അർജുൻ എന്നാണ്. പിന്നെ വിക്രത്തിന്റെ ഒരു അകന്ന ബന്ധുവായിട്ടാണ് എല്ലാരും കൂടെ ചിയാൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ കോഫി. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ കോഫീനെ പറ്റി. ഇതാ ചില സമയം എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ മേത്തൊക്കെ വരും, ചെറിയൊരു പേടിയുണ്ട്. സോ ഫസ്റ്റ് ഇങ്ങനെ കേറുമ്പോ ഒരു പാസേജ് പോലെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഷൂസ് ഒക്കെ ഉണ്ട് ഉള്ളില്, വേറെ ഹെൽമെറ്റും കൊടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ആക്കി, വേറെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ്, ഇത് നിങ്ങള് ഇതായിട്ട് വാങ്ങി? ഓക്കെ, ഇത് ലൈവ് പ്ലാന്റ് തന്നെയല്ലേ? ഒറിജിനൽ അല്ലേ? ഒറിജിനൽ പ്ലാസ്റ്റിക്? കൊള്ളാം. അപ്പൊ ഈ TV എത്ര ഇഞ്ചാണ്? അപ്പൊ നമ്മള് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മേടിച്ചു. ഡൈനിങ് ടേബിൾ ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടായതാ. പിന്നെ ഈ സോഫ, ഇത് കോഫി ടേബിൾ ഒക്കെ നമ്മൾ മേടിച്ചു. പിന്നെ ഈ ചെറിയ ഫർണിഷിംഗ് ഒക്കെ ഇതും ആ ടേബിളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഓൾറെഡി. ഇന്റീരിയേഴ്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾ വാങ്ങിയതല്ലേ? ഓ, അത് കൊള്ളാം. പിന്നെ കാലൊക്കെ സിനിമയൊക്കെ കാണുമ്പോ ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെക്കാനും കൊള്ളാം. എന്തെങ്കിലും പറഞ്ഞോ? പ്രഗ്നന്റ് ആണ് കേട്ടോ വിജി. നെക്സ്റ്റ് മന്ത് ഡെലിവറി ആവും. അപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കാണ്. എന്തെങ്കിലുമൊക്കെ പറയൂ. ശരിക്കും ഞാൻ എന്റെ മദർ ടങ്ക് തമിഴാ, പക്ഷെ ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മലയാളം പഠിക്കുക. അത്രേ ഉള്ളൂ സംസാരിക്കണ്ട. കോഫി കുറച്ചോ? ഒരു ഹായ് പറ. ഒന്നും പറയല്ലേ? ഒരു കോഫി നല്ല അനുസരണയുള്ള മറ്റാണ്. മുറി സെപ്പറേറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ? ഇതല്ലേ സെറ്റ് ആയിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായതാ.
ഇതിന്റെ അകത്തുള്ള ഉള്ളിലുള്ളതൊക്കെ നമ്മൾ തന്നെ വെച്ചതാ. ഇത് പുള്ളി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാ, നമുക്കൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇവിടെ ഡ്രില്ല് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ഒന്നും ഡ്രില്ലോ മേലെ എന്തെങ്കിലും ഹുക്ക് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ക്ലോക്കോ അല്ലെങ്കിൽ ഇപ്പൊ വൈഫൈയുടെ സ്റ്റാൻഡ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. അത് ഇവരുടെ എന്തോ സുമധുരയുടെ തന്നെ കൺസ്ട്രക്ഷനിൽ അവരെന്തോ കുറച്ച് തിക്നെസ് കൂടി എന്തോ മെറ്റീരിയല. അപ്പൊ പുള്ളി പറഞ്ഞത് ഡ്രിൽ ചെയ്താൽ മൊത്തം ഇന്റീരിയറും മോശവും എല്ലാം പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാത്തിനും ഡ്രിൽ ചെയ്യാതെ ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇതും നമുക്കൊരു ആ ഒരു പുറത്തൊരു സ്റ്റാൻഡ് ഉണ്ട്, ഓക്കെ, ഒരു ഊഞ്ഞാലുണ്ട്, അതിനൊരു സ്റ്റാൻഡ് മേടിച്ചിട്ടു. അല്ല ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഈ പില്ലോസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വാളിന് ചേർന്ന കളർ നോക്കി നിങ്ങൾ എടുത്താണോ? ഇതൊക്കെ എങ്ങനെയാണ്? ഇത് ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാ, നമ്മൾ ആദ്യം ഈ സോഫ ഓർഡർ ചെയ്തു. സോഫ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയ കുറച്ചും കൂടെ കുഷനിങ് ബാക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ പില്ലോസ് മേടിച്ചു. പില്ലോസ് മേടിച്ചിട്ട് പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയ രീതിയിൽ കുഷൻ നമ്മൾ ഇത് നോക്കി ഓർഡർ ചെയ്തതാണ്, ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. പിന്നെ സോഫ ആക്ച്വലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കോട്ടേക്ക് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ക്വീൻ സൈസ് ബെഡിന്റെ സൈസ് ആവും. പിന്നെ സൈഡിൽ ഇതിന് നമ്മളിപ്പോ ചായ അങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ ഒരു സ്പേസും കൂടി ഉണ്ട് ഇവിടെ രണ്ട് സൈഡിലും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വെക്കാം. ഇത് ബാക്കോട്ടേക്ക് എനിക്ക് റിക്ലൈൻ ചെയ്താല് ഒരു ബെഡ് ആക്കിയിട്ട് അത്യാവശ്യം ഗസ്റ്റ് വന്നാല് ഹോളിൽ തന്നെ കിടക്കുന്ന രീതിയിലാക്കാം. പിന്നെ ഇവിടെ അത് മേടിച്ചപ്പോഴാണ് ഒരു കോഫി ടേബിളിനും കൂടെ കുറവുണ്ടെന്ന് മനസ്സിലായ. അങ്ങനെ കോഫി ടേബിൾ മേടിച്ചു. കോഫി ടേബിൾ മേടിച്ചപ്പോ നമ്മൾ ഇന്നൊരു 3 സീറ്റർ അല്ലേ മേടിച്ചിട്ടുള്ളൂ മൊത്തത്തിൽ. അപ്പോ കുറച്ചും കൂടെ ലിവിംഗ് ഏരിയയിൽ കുറച്ചും കൂടെ സീറ്റ്സ് വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൂളുള്ള ഒരു ടൈപ്പ് ടേബിൾ മേടിച്ചു. അത് കൊള്ളാം. ഓ, അപ്പൊ നമ്മുടെ സ്പേസ് പോലെ ഇതിനുള്ളിൽ തന്നെ കേൾക്കുകയും ചെയ്യാം. പിന്നെ ആരെങ്കിലും വന്ന സ്റ്റൂളിൽ ഇരിക്കുകയും ചെയ്യാം. അത് ആരും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കാല് വെച്ചിട്ട് സിനിമയും കാണുമ്പോൾ ഇങ്ങനെ ടി വി കാണാം. അതെ, അതാണ് ഉദ്ദേശിച്ചത്. ഇവര് നല്ല ബുദ്ധിപൂർവമായിട്ട് ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഒന്നും കളയാണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ ഒരു ഈ സോഫ തന്നെ ബെഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ടീപ്പോയിന്റെ അടിയിൽ തന്നെ 2 സ്റ്റൂൾ പോലെ ഇരിക്കാൻ ഒരു സ്ഥലം, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. അത് നമ്മുടെ കല്യാണത്തിന്റെ സംഭവം. തിരുപ്പാച്ചി എന്തായിരുന്നു പറയുന്നത്? മറുപ്പാച്ചി ബൊമ്മ. കല്യാണത്തിന് പോയപ്പോ നമ്മള് അന്ന് കണ്ടിട്ടുണ്ടായല്ലോ നമ്മള് കൊടുക്കുന്നത്. മറ്റേ മിസ്റ്റർ ബീന്റെ അത് നമുക്ക് മലേഷ്യന്ന് മേടിച്ചതാണ്. നമുക്ക് ബാൽക്കണി പോവാ. ബാൽക്കണി ഓൾറെഡി തുറന്നിട്ടുള്ളത്. അപ്പോ നമ്മളിത് ഇവിടെ ഇവരുടെ ബാൽക്കണിയിലാണ് വന്നത്. ബാൽക്കണി ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളെ തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഇവരുടെ ഒരു ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് സ്റ്റോറിയും മെമ്മറിയും ഒന്നും ഇല്ല. ഇത് നമ്മള് കഴിഞ്ഞ ഫ്ലാറ്റിൽ മേടിച്ചു വെച്ചതായിരുന്നു. അപ്പോ അവിടെ നമ്മൾ തൂക്കിയിടുമായിരുന്നു. ഇവിടെ പിന്നെ സ്റ്റാൻഡ് മേടിച്ചിട്ടു. പിന്നെ ഡ്രില്ലൊന്നും ചെയ്യാൻ പറ്റത്തോണ്ട് പിന്നെ അവിടെ സൈഡിൽ പ്ലാൻസ് ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല, എല്ലാം ആക്കി വരുന്നേ ഉള്ളൂ. ചട്ടിയൊക്കെ ചട്ടിയിലുണ്ട്, ഒരു വാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. വാഴയുണ്ട് അവിടെ സൈഡിൽ, പുതിനയൊക്കെ ഉണ്ട്. അവള് തുളസിയൊക്കെ വെക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പതുക്കെ പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് വരുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല ചാറിലടിക്കും. ഇത് പക്ഷെ പീജിയൻസ് ഒക്കെ വരുന്നോണ്ട് വെച്ച നെസ്റ്റാ. നെറ്റാണ്, സോറി. അതുകൊണ്ട് പക്ഷെ വ്യൂ നൈസാ, നല്ല വ്യൂ. അവിടെ ആ കാണുന്ന തെങ്ങ് അതൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡനാ. അതൊരു 2.5-3 കിലോമീറ്റർ ഏരിയ ഉണ്ട് മൊത്തത്തില്. അത് നല്ലൊരു മോർണിംഗ് വാക്കിനൊക്കെ കുറെ ആൾക്കാർ അവിടെ നടക്കാറുണ്ട്. അവിടെ അല്ലടാ, അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട് അവിടെ നടക്കാൻ. ഒരു വാക്കിംഗ് റേഞ്ച് ഉണ്ട്. അത് ഒരു സ്ട്രെച്ച് 2.5 കിലോമീറ്റേഴ്സ് അതുണ്ട്. പിന്നെ ആ കാണുന്നത് AWH ആണ്. ആ അങ്ങ് ദൂരെ പച്ച ലൈറ്റ് കാണുന്നത് പ്രൈം ഗോൾഫ് ആണ്. നൈസാണ് വ്യൂ. മോർണിംഗ് വ്യൂ ആണ് ഏറ്റവും ആക്ച്വലി നൈസ്. സൺറൈസ് ഒരു നേരെ നല്ല കറക്റ്റ് വ്യൂ കിട്ടും. ഈവനിങ് നല്ല കാറ്റൊക്കെ ഉണ്ടാവും. വെറുതെ ഒന്ന് ഇരുന്ന് വൈബ് ചെയ്യാം, അത്രേ ഉള്ളൂ. ചായ ഒക്കെ കുടിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ്. ഒരു 2 കസേരയും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ സെറ്റില്. നല്ലതാണ്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അതുള്ളിലാണ് സ്വിച്ച്. വേറെ നിങ്ങളായിട്ട് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും എന്തെങ്കിലുമൊക്കെ മറ്റേ സ്ട്രിംഗ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അതിപ്പോ അത് കുറച്ച് തിരക്കുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആക്കണം കുറച്ചും കൂടെ. പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് ബാക്കിൽ ഏരിയ ഉണ്ടല്ലോ. നമുക്ക് എന്നാ ബാൽക്കണി വിട്ട് അടുക്കളയിലോട്ടോ അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഓക്കെ, കോഫി കം.
അടുക്കള ഓപ്പൺ അടുക്കളയാണ് അല്ലേ? ഇവിടെ അടുക്കളയിലും ആക്ച്വലി ഗ്യാസ് ഓൾറെഡി സ്റ്റൗ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ മേടിച്ചിട്ടു. പിന്നെ ഇത് ആറുമാണ് ഇവിടെ, ഇത് ആറുമാണ് ഇത് സെറ്റപ്പ്. ഇത് ഉള്ളിൽ എന്റെ ഇതുണ്ടാവും ഇങ്ങനെയാണ്. എല്ലാം ഉള്ളിൽ തന്നെയാണ്. അത് ആക്ച്വലി നൈസാ. എനിക്ക് മനസ്സിലായില്ല എന്തിനായിരുന്നു. അപ്പൊ ഈ നമ്മള് സവാള പൊട്ടാറ്റോ ഒക്കെ വെക്കാനായിട്ട് ആ പുള്ളി തന്നെ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത സാധനമാണ്. അത് ഈസി ആക്സസ് അല്ലേ ഉള്ളില്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ പറയുക, ഇവിടുത്തെ ഡോർസ് ഒക്കെ സോഫ്റ്റ് ക്ലോസാ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തല്ലേ, എല്ലാം ഫുള്ള് സോഫ്റ്റ് ക്ലോസാ. എല്ലാ ഡോർസും സോഫ്റ്റ് ക്ലോസാ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഏത് ചെറിയ ഡോർ ആണെങ്കിലും അവരങ്ങനെ ഡിസൈൻ ചെയ്തത്. ലിവ് സ്പേസ് വെച്ച് ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ലിവ് സ്പേസ് സ്പോൺസേർഡ് ആണ്. അത് സുമധുരയുടെ ഇന്റീരിയേഴ്സ് പുള്ളിക്ക് ഇഷ്ടമാണ്. അവരാണ് ഫസ്റ്റ് നോക്കിയത്, പിന്നെ അത് ചെയ്തില്ല. എന്നിട്ട് ലിവ് സ്പേസ് ആണ് മുഴുവൻ ഇന്റീരിയർ ചെയ്തത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെറ്റപ്പ് ആയിരുന്നു ഇന്റീരിയേഴ്സിന്റെ. കോഫി അത് ആരോ അമ്മയും ഇവളൊക്കെ കൂടെ സെറ്റ് ആക്കിയതാണ്. നല്ല നീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം? അത് ആക്ച്വലി ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഓക്കെ. ഇത് ഗ്രൈൻഡർ ഓൾറെഡി ഇവിടെ ഉണ്ടായതാണ്. അവരൊക്കെ ഓൾറെഡി ഫസ്റ്റ് തന്നെ ചെയ്തു വെച്ചതായതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ചോപ്പിംഗ് ബോർഡൊക്കെ നമ്മൾ മേടിച്ചത് തന്നെയാണ്. അത് സാധാരണ ഈ വുഡ് ബേസ്ഡും പ്ലാസ്റ്റിക് ബേസ്ഡ് ഒക്കെ അതിനേക്കാളും നല്ലത് സ്റ്റീലാണ്. അത് നല്ല രീതിയിൽ മൾട്ടിപർപ്പസ് ബോർഡാണ്. ഇത് ചപ്പാത്തി ഉണ്ടാക്കാനും യൂസ് ചെയ്യാൻ പറ്റും, പ്ലസ് കട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. മൈക്കിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇവര് ഈ ഫ്രിഡ്ജിൽ ഭയങ്കര താജ്മഹൽ പണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നോക്കാം. ഇത് ഓരോന്നിനും ഓരോ സ്റ്റോറി ഉണ്ടോ? ഓരോന്നിനും ഓരോ സ്റ്റോറി ഉണ്ടാകുമായിരിക്കും. എനിക്ക് എല്ലാ സ്റ്റോറിയും ഓർമ്മയില്ല. ഓർമ്മയുള്ള സ്റ്റോറി ഒക്കെ പറഞ്ഞുതരാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിന് പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. ഇത് നല്ലൊരു യൂട്ടിലിറ്റിയാ. ഇത് നമുക്കിപ്പോ ഞാൻ ലേസിന്റെ എന്തൊക്കെ പാക്കറ്റ് ആയിട്ട് മേടിച്ചാല് ഇത് വെച്ച് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് കട്ട് ചെയ്യും. ഇത് ബ്ലേഡ് ആണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ കുറച്ച് പകുതി കഴിച്ചിട്ട് എനിക്ക് പിന്നെ കഴിക്കണ്ടെന്ന് തോന്നി നമുക്ക് മൂടി വെക്കണമെങ്കിൽ ഇത് വെച്ച് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹീറ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ഇത് ചാർജ് ചെയ്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ എനിക്ക് എല്ലാ പാക്കറ്റും, ഇപ്പം നമ്മുടെ പൊടി ഐറ്റംസ് തൊട്ട് എന്റെ സ്നാക്സ് വരെ എല്ലാം എനിക്ക് അതുപോലെ എടുത്തു വെക്കാം. അത് ഞാൻ ഏതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചത് ആമസോണിന്ന്. ഓക്കെ, ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവക്ക് ഞാൻ ഏതോ ഗിഫ്റ്റ് കൊടുത്തപ്പോ കൂടെ വന്ന സാധനമാണ്. അതെ കറക്റ്റാ. ഇത് നമ്മള് ഹണിമൂണിന് പോയപ്പോ അവിടുത്തെ മലേഷ്യയിലെ ട്വിൻ ടവേഴ്സിന്റെ ഒരു സാധനമാണ്. ഇത് അവിടുന്ന് നമ്മൾ മേടിച്ച ഏതൊരു പൂവാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇത് നമ്മളെല്ലാരും കൂടെ നമ്മളെ മണാലി ട്രിപ്പ് പോയപ്പോ മേടിച്ചതാണ്. ഇത് ഇവള് കാശ്മീർ ട്രക്കിങ്ങിന് പോയായിരുന്നു, അപ്പം മേടിച്ചതാണ്. അല്ല, അത് നമ്മൾ റിലേഷൻഷിപ്പ് ആവുന്ന എനിക്ക് മുമ്പാണ് പോയത്. അപ്പൊ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇത് സ്പാരോന്റെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് എനിക്ക് ഓർമ്മയില്ല. ഇത് നമ്മുടെ ഫോയർ എന്നാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടില് കിട്ടിയ സാധന. പിന്നെ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അത് മാഗ്നറ്റ് എന്റെ എക്സ് റൂംമേറ്റ് തന്ന മാഗ്നറ്റാ. പിന്നെ അത് എന്റെ ബുക്ക് മാർക്കാ. അത് ക്യാമറ പോലെ അത് കാസറ്റ് പോലെ സാധനം, അത് ബുക്ക് മാർക്കാ. അതെ. ഈ ഫ്രിഡ്ജിനെ പറ്റി എന്താ പറയുക, ഇത് എങ്ങനെയാണ്? ഇത് ഡബിൾ ഡോർ ആണോ ട്രിപ്പിൾ ഡോർ? വെജിറ്റബിൾസ് റാക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് ഫ്രീസറിന് എന്തായാലും ഫ്രീസറിന് നല്ല സ്പേസ് ഉണ്ട്. ഇത് പിന്നെ ഉള്ളില് വീട്ടിൽ ഇത് ഇവിടെ ഭയങ്കര ഇതൊക്കെ കൊറേ ഇതൊക്കെ ബാറ്റ്മാൻ ആണോ എന്തെല്ലാം ഉണ്ടല്ലോ. എന്താ സ്കെൽട്ടനാ? അല്ല, ഇത് ഇവിടെ ഓൾറെഡി ഉണ്ടായതാണ്. ഓണറിന്റെ ആണ് ഇത്. ബാക്കി കാണുന്നതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ, എല്ലാം കിൻഡർ ജോയ് ആണ്. എല്ലാം കിൻഡർ ജോയ് ആണ്. ഇതൊക്കെ ഇവിടെ കിൻഡർ ജോയിന്റെ പ്രാന്താണ് ഇവർക്ക്. അതുകൊണ്ട് ഇവള് കിൻഡർ ജോയിന്ന് കാണുന്നതൊക്കെ മേടിച്ചു വെച്ചതാണ്. ബാക്കി കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഇവളുടെ തന്നെ. ഇത് പോട്ട്പുരിയാണ്. ഇതൊക്കെ പോട്ട്പുരി എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്മെല്ല് ചെയ്യുന്ന ഒരു ഫ്ലവർ. അത് കുറച്ച് വാടിപ്പോയതുണ്ട്. അതുകൊണ്ട് ബാത്റൂമിൽ ഫ്രഷ് സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുണ്ട്. ബാക്കിയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ അത് അവിടെ കുറച്ച് ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? സ്റ്റോറി ഒന്നുമില്ല. അതും കുറച്ച് നല്ല ഷോപ്പീസ് ആയിട്ട് മേടിച്ചു വെച്ചതാണ്. ഇതൊക്കെ നമ്മുടെ കീ ചെയിൻ ഫുള്ള് ഒരുമിച്ച് റാക്ക് പോലെ വെച്ചിട്ടുണ്ട്.
ഇത് തന്നെ അടുത്ത് പഠിച്ചത് ഈ 3 ബുദ്ധ. അത് 3 ബുദ്ധ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഫെയർവെൽ ഞാൻ ലാബ്സില് വെളിയില വന്നപ്പോൾ when I changed my team I got that as a farewell gift. പിന്നെ അത് 2 നമ്മളുടെ മറ്റേ 2 ഡോള് നമ്മളുടെ വളകാപ്പ് ഗിഫ്റ്റാ. അതെ ഇവന്റെ DE ടീം തന്ന ഗിഫ്റ്റാ. പിന്നെ ഇവിടെ ആയിരിക്കും ഒരു ഇത് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ പണ്ട് ഇവനെ കാണുന്നതിന് മുൻപ് ഞാനൊരു 5K മാരത്തോൺ റൺ ചെയ്തു. അത് 15th ഓഗസ്റ്റ് അതെ അതെ അതിന്റെ മെഡലാ. ഇപ്പൊ ചെയ്യാനെ കണ്ടിട്ട് ഇപ്പൊ വീട്ടിലിരിക്കലായി. പിന്നെ ഇത് ഇവിടെ ഒരു വെറൈറ്റി സാധനം കാണുന്നുണ്ടല്ലോ, ഇതെന്താ പരിപാടി? അത് ഇതാണ് ഓവനാണ്. പറഞ്ഞോ. ഇല്ല നീ സോറി മൈക്രോവേവ് ആണ്, ഓവനല്ല. അത് ഒന്നും ഗ്രില്ലൊന്നും ചെയ്യാനില്ല, ഞാൻ ഓപ്പറേറ്റ് ചെയ്യത്തില്ല. അത് ഇത് ഇതിന്റെ കൂടെ തന്നെ അവര് ക്യാബിനറ്റിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഉള്ളില്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നില്ല എടുക്കാൻ പറ്റുന്നത്. അത് ഓഫാക്കിക്കോ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഫുഡൊക്കെ ചൂടാക്കാനായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. കേക്കും അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അതിനു വേണ്ടി മാത്രമുള്ളതാണ്. അത് ഓവനോട് ചേർത്തിട്ട് തന്നെ വേറൊരു ബ്ലാക്ക് കളർ സ്റ്റോറേജ് സ്പേസ് അല്ലേ? ഇതൊക്കെ ഇവിടെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വൈൻ ഗ്ലാസും അങ്ങനത്തെ കപ്സും മഗ്ഗും ഒക്കെ ഉണ്ട്. താഴെ നല്ല സെറ്റപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് വെക്കാൻ സാധനം ഇല്ലാണ്ടായിപ്പോ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ല സ്റ്റോറേജ് സ്പേസസും ഉണ്ട്, കുറെ ക്യാബിനറ്റ്സ് ഉണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ എല്ലാം സോഫ്റ്റ് ക്ലോസിംഗ് ആണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂട്ടിലിറ്റി ഏരിയ പോയില്ല, അവിടെ ഒന്നും ഇല്ല ആക്ച്വലി. അവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ ആണ് കുറച്ച് കൂടെ കൺജസ്റ്റഡ് ആയിട്ട് എന്ന് പറയാ. അവിടെ ഞാൻ തുറക്കാം. അവിടെ ഒരു ഡ്രയർ ഉണ്ട് ആക്ച്വലി. അപ്പൊ ഡ്രയർ പുള്ളിക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഓണർ പുള്ളിക്ക് ഇവിടെ ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാനായിട്ട് സ്പേസ് കിട്ടിയില്ല. ബാൽക്കണിയിൽ ഇട്ട് അതിന്റെ ഭംഗി പോകുന്നുള്ളത് കൊണ്ട് പുള്ളി ഒരു ഡ്രയർ മേടിച്ചിട്ടു. വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചു, മേൽ ഡ്രയറും വെച്ചു. അപ്പൊ ഡ്രയർ വെച്ച ഗുണം എന്താന്ന് വെച്ചാൽ പുള്ളി വാഷ് ചെയ്ത് ഡയറക്റ്റ് അതിന്റെ അകത്തേക്ക് ഡ്രയറിലേക്ക് ഇടും. അപ്പൊ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ മൊത്തം ക്ലോസ് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ പിന്നെ പിന്നെ ഡയറക്റ്റ് എടുത്തിട്ട് കബേർഡിലേക്കുള്ളിൽ വാർഡ്രോബിനുള്ളിൽ വെച്ചാൽ മതി. അതെ അതെ അതെ, അതിന് 2 മോഡ് ഉണ്ട്. ഒന്ന് 60 മിനിറ്റ്സ് ചെയ്താല് ഒന്ന് കബേർഡ് മോഡും ഇന്നൊന്ന് അയൺ മോഡും ഉണ്ട്. സോ കബേർഡ് മോഡാണ് ഏറ്റവും പ്രിഫറബിൾ. അത് കബേർഡ് മോഡ് 90 മിനിറ്റ്സ് എടുക്കും, അയൺ മോഡ് 120 മിനിറ്റ്സ് എടുക്കും. അപ്പൊ നമ്മള് അടുക്കളയും ഈ ഏരിയ ഒക്കെ കവർ ചെയ്തു, ഹാളും ഡൈനിങ് റൂമും. ഇനി നമുക്ക് ബെഡ്റൂം കാര്യങ്ങള് ടോയ്ലറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം, അവരോട് ചോദിക്കാം എങ്ങനെയാണ്. അപ്പൊ ഇത് എത്ര BHK ആയിരുന്നു? 2.5 BHK ആണ് ആക്ച്വലി. 2 ബാത്റൂമും 2 ബെഡ്റൂമും. ഒരു 0.5 റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ഞാൻ ഇപ്പൊ കാണിക്കാം. ഇത് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വർക്ക് റൂം പോലെ, സ്റ്റഡി റൂം പോലെ പുള്ളി ഉണ്ടാക്കി വെച്ചതാ. പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാനിപ്പോ എന്റെ സാധനങ്ങളൊക്കെ കയറ്റി, ഞാനിപ്പോ വർക്ക് ഫ്രം റിമോട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഫാൻ ഓഫ് ആക്കാം ഒരു മിനിറ്റ്. ലൈറ്റ് ഇല്ല, ലൈറ്റ് ആക്ച്വലി ഇവിടെ ഒരു ടേബിൾ ലാമ്പേ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേ ഉള്ളു ആക്ച്വലി ഇപ്പൊ. അപ്പോ ഞാനിപ്പോ റിമോട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വാള് പെയിന്റിങ് നിങ്ങൾ അവര് പറയിച്ചായിരിക്കും അല്ലേ? അത് ഇതൊക്കെ അവരുടെ ഇന്റീരിയർ വർക്കിന്റെ കൂടെ കിഡ്സ് റൂം പോലെ ഡിസൈൻ ചെയ്തല്ലേ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു ചെറിയ കുട്ടികളുടെ ഒരു തീം പോലെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അത് ആ ബ്രിക്ക് പോലെ ഒരു ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഇവിടെ ഈ ഒരു പെയിന്റില്ലേ, ഈ ഒരു അതെ അതെ. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബാത്റൂം കാണുന്നുണ്ട്, കോമൺ ബാത്റൂം. അത് ലൈറ്റ് അവിടെ അതന്നെ. അത് ഇതിപ്പോ 2 റൂമും കൂടെ ഒരു വേറെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമേ ഉള്ളൂ. അത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. അതല്ലാതെ ഒരു കോമൺ ആയിട്ട് 2 റൂമിനും കൂടെ അത്യാവശ്യം ഗസ്റ്റ് വന്നാൽ അവർക്ക് ഇവിടെ 0.5 റൂമും കൂടെ യൂസ് ചെയ്യാലോ. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ബെഡ്റൂം നോക്കാം, ബെഡ്റൂമിലെ വ്യൂ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കാം. ഇതൊരു ബെഡ്റൂം അല്ലേ? ഇതിന്റെ ബെഡ്റൂമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 3 റൂമിനും ഒരേ ഇതാണ്, സെയിം വിൻഡോ ഒരേ സൈഡിലേക്കാ. അതുകൊണ്ട് നല്ല വ്യൂ എപ്പോഴും കിട്ടും ആ കർട്ടനൊക്കെ തുറന്നാ. ആ രാത്രി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മിക്കവാറും ജനല് കൊതുക് അതങ്ങനെ വരാറില്ല. അതുകൊണ്ട് ജനല് ഫുള്ള് തുറന്നിട്ടാ നല്ല കാറ്റടിക്കും. അതുകൊണ്ട് ആ AC ഇല്ലാത്തതിന്റെ ഒരു കുറവ് അങ്ങനെ കാണാനില്ല. പിന്നെ ഇവിടെ എന്നാ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനമായിരിക്കും, സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും. ഇത് ഫുള്ള് ഇവിടെ ഇങ്ങനെ. അത് 2 ബെഡ്റൂം അങ്ങനെയാ. ഇല്ലില്ല, എന്താ ശ്രദ്ധിക്കാം. കാഫി കമ്മിയ, കാഫി കാഫി
ഇങ്ങോട്ടാ ദാ ഇങ്ങോ ദാ സിറ്റ് ഡൗൺ. ഇത് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഇവർക്ക് എന്താ കച്ചറ പോലത്തെ സാധനങ്ങൾ വരെ എല്ലാം വെക്കാം. ആൾക്കാരെ കാണിക്കാണ്ട് എന്തൊക്കെയാണോ വെക്കേണ്ടത് അത് മൊത്തം ഇതിനെ ഒളിപ്പിച്ചു വെക്കാം. പിന്നെ ഇത് കട്ടിലിന്റെ അവിടെ ഇങ്ങനെ ഒരു ഇതെന്താ, അവിടെ എല്ലായിടത്തും സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളി വലിയൊരു കണ്ണാടി ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാനും ഒക്കെ സാരി കൊടുത്തിട്ട് വിജിക്ക് വിടുന്ന നന്നായിട്ട് നോക്കാം. ഈ റൂം ഇപ്പൊ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. കോഫി ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കാം. ഫ്രീ ആയി കിടക്കാം. ആരെങ്കിലും വന്ന അവർക്ക് സാധനങ്ങൾ കേറ്റാന്ന് വെച്ചിട്ട്. ഇതാണ് ഒരു ബെഡ്റൂം. നമ്മളൊരു ഹാഫ് ബെഡ്റൂം അല്ല ഒരു വർക്ക് സ്പേസ് കണ്ടു. പിന്നെ ഒരു ബെഡ്റൂം ആണ്. ഇനി അടുത്തത് ഇവരെ ബെഡ്റൂമിലേക്ക് പോവാം. അതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇത് കോഫിക്ക് വേണ്ടി ചെയ്തതാ. ഇടയ്ക്ക് അത്യാവശ്യം സാഹചര്യങ്ങളിൽ ഇവനെ ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇവനെ റൂമിനുള്ളിൽ കൺഫൈൻ ചെയ്ത് വെക്കണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോ ഇത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകും. പക്ഷെ ഇവനിപ്പോ ആക്ച്വലി ഇതിന് ചാടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഫി ഇങ്ങോട്ടാ കമ്മിയാ. അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറാം. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം ആണ് കേട്ടോ. ഇത് കയറുമ്പോ തന്നെ ചെറിയൊരു ഇങ്ങനെ ഒരു ഏരിയ വന്നിട്ട് സൈഡില് ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഒരു ചെറിയ മിനി സ്റ്റഡി ഏരിയ പോലെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ വേറെ കിറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യണ്ട. അതുകൊണ്ട് നമ്മൾ ടി വി ഒക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഡോക്യുമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചതാണ്. പിന്നെ വാർഡ്രോബ് നേരത്തെ പറഞ്ഞതുപോലെ ആ സെയിം ഡിസൈനാണ് അവിടെ ഉള്ളതുപോലെ. പിന്നെ ബെഡ്സും അതുപോലെ തന്നെ. ആ രണ്ട് മേലെ കബോർഡ്സ് ഉണ്ട്, താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ബെഡ് നിങ്ങൾ വാങ്ങിയതാണോ അല്ലെങ്കിൽ ബെഡ് ഇവിടെ ഉണ്ടായതാ ഓൾറെഡി. ആക്ച്വലി ബെഡ് മേടിക്കേണ്ടി വന്നിട്ടുള്ള സെയിം അതേപോലെ തന്നെയാണ്. ഒന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ സെയിം സ്റ്റോറേജ് സ്പേസ് ആണ് താഴെ. ഇതൊക്കെ വലിയ ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കോഫി കിടക്കുന്ന കോഫിയുടെ ബെഡാണ്. അവനപ്പോ അവിടെ കിടക്കലില്ല. നമ്മള് മുമ്പ് മറ്റേ ഫ്ലാറ്റിലുള്ളപ്പോഴാണ് അവൻ ബെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇവന്റെ ബെഡ്. ഇപ്പൊ ഫുൾ ടൈം നമ്മുടെ കൂടെ സൈഡിൽ കിടന്നുറങ്ങുക ഫുൾ ടൈം. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ കിടക്കാറില്ല. ഇപ്പൊ ബെഡിൽ കിടക്കാറേ ഇല്ല ഇപ്പൊ. അത് മറ്റേ എന്താ പറയാ, എന്ത് ലൈറ്റ് ആടാ? കോഫി വേണ്ട, കുടുംബത്തെ പറയിപ്പിക്കല്ല. എവിടെ ഒരു നമ്മുടെ ലേസർ എന്തിന്റെ പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് റൂമിൽ ഇങ്ങനെ ലൈറ്റ്. ലൈറ്റൊക്കെ ഓഫാക്കിയാ കുറച്ച്. പിന്നെ ഈ ലാമ്പും നല്ല ഭംഗിയുണ്ട്. ഇത് അവർ ഓൾറെഡി സെറ്റ് ചെയ്തല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഈ വാൾ പെയിന്റ് അനുസരിച്ച് തോന്നി ഒരു കർട്ടൻ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു റെഡ് ആ ഒരു ടോൺ. ഓ ഇത് അടിപൊളിയാണ്. പിന്നെ ശരിക്കും ഓ ഇത് നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഇളക്കമുണ്ടല്ലോ. ഈ ടി വി യൂസ് ചെയ്യാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്ലേ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് ഹോളില് നമ്മള് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ടി വി തന്നെയാണ്. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന ഇതല്ലേ? നല്ല കാറ്റുണ്ട്. നമുക്ക് എന്നാ ഇങ്ങോട്ട് ഹാളിലേക്ക് വരാം. അപ്പം ഇവിടെ എന്ത് കമ്മ്യൂണിറ്റീസ് ആണ് മൊത്തത്തിൽ ഈ സൊസൈറ്റിയിൽ ഉള്ളത്? ഇവിടെ എല്ലാം എന്തോ സാധാരണ പൊതുവെ എല്ലാരും പറയുന്നത് പോലെ ഈ എ ഗ്രേഡ് ബിൽഡേഴ്സ് ഒക്കെ പറയുമല്ലോ, ഒരു 40+ അമ്യൂണിറ്റീസ്, പിന്നെ 70% മേലെ ഓപ്പൺ സ്പേസ്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ പറയാ ഇവിടെ സുമധുരന്റെ ഏറ്റവും വലിയ സക്സസ്ഫുൾ പ്രൊജക്ട്സ് ഇല്ലാത്ത ഒന്നാണിത്, ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞത്. അത് ഇവര് ഞാനിപ്പോ ഇതിനിടക്ക് ഇവരുടെ ഒരു പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ട സാരംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അവര് ആ ബ്രോഷറി ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ പറഞ്ഞത് ഇവരുടെ തന്നെ ചെയ്ത പ്രൈസിന്റെ എല്ലാരും അപ്രീഷിയേറ്റഡ് പ്രൈസ് കാണിച്ചു. അപ്പൊ ഇതിനാണ് പോലും ഇവർ ഏറ്റവും കൂടുതൽ ഞാൻ ഓണറിനോട് ചോദിച്ചപ്പോൾ
ഓൺ റോഡ് ചോദിച്ചപ്പോ പറഞ്ഞു പുള്ളി 75 ഇത് മേടിച്ചത്. ഇപ്പൊ പക്ഷെ കുറെ സെയിലിനൊക്കെ നിൽക്കുന്നതൊക്കെ 1.8 1.9 ഒക്കെ എന്ന് വെച്ചാൽ ഡബിളിന് മേലെ സാധനം കിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സൊസൈറ്റിയാണ് ആക്ച്വലി. ഫ്ലാറ്റും നല്ല, നിങ്ങൾക്ക് ഒരു ബേബിയും കൂടി വരാൻ പോവാണല്ലോ, അതെ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ സ്പേസ് വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചത്. അതെ, അതുകൊണ്ടാണ് മറ്റേത് പിന്നെ 2 BHK ആയിരുന്നു. ഇത് പിന്നെ കുറച്ചും കൂടെ ഏരിയ ഉണ്ട്. പിന്നെ എന്താ പറയാ, നല്ല സൊസൈറ്റിയും കൂടെ കുറച്ച് ബെറ്റർ ആണ്. ഇപ്പൊ നടക്കാൻ പോകുമ്പോൾ ഇവനുണ്ടപ്പോ ഇവനെ വാക്കിങ് കൊണ്ടുപോകുമ്പോഴും എല്ലാം കൂടെ. ശരിക്കും കോഫിനി ആ തെങ്ങും തോപ്പിന്റെ അവിടെ അങ്ങോട്ട് പോയില്ല, അത് പുറത്തെ തന്നെ. ഇവിടെ ഉള്ളിൽ തന്നെ കുറെ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ നടന്നു റൗണ്ട് വരുമ്പോഴൊക്കെ ഞാൻ ക്ഷീണിക്കും. അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പോകാൻ നിന്നിട്ടില്ല. ഇവർക്ക് വേണ്ടിട്ട് ഡോഗ് പാർക്ക് അതെല്ലാം ഉണ്ട്. ഡെഡിക്കേറ്റഡ് പ്ലേയിങ് ഏരിയ ഫോർ ഡോഗ്സ് ഉണ്ട്. ഇവിടെ തന്നെ സൊസൈറ്റി കാണാൻ പോവാം. കോഫിനി കൊണ്ടൊന്ന് നടക്കാൻ പോവാം വൈകുന്നേരം. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം മൊത്തത്തില് പുറത്തെ ഏരിയ ഒക്കെ. അപ്പൊ നമ്മൾ താഴേക്കൊന്നും എല്ലാരും കൂടെ, പിന്നെ കോഫി ഉണ്ട്, കോഫിക്ക് ഒരു വാക്കിന് പോകാനും കൂടി നമ്മൾ ചുമ്മാ നടക്കാന്ന് വിചാരിച്ചു. അപ്പം ചെയ്യാൻ പറഞ്ഞു ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ക്ലബ് ഹൗസ് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. പിന്നെ ഇവർ അവിടത്തേക്കൊക്കെ കൊണ്ടുപോകാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നോക്കാം. പിന്നെ ഇവിടെ ഇപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ താഴെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കാനും ചെറിയ ചെറിയ ചിമിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാനോട് ചോദിക്കാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മളെ എനിക്ക് കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. ചേട്ടാ നമ്മൾ ഫസ്റ്റ് എവിടെ പോകുന്നത്, എന്താണ് പ്ലാന്? ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നടക്കാം. ഇങ്ങനെ നമുക്ക് നടക്കാം. അവിടുന്ന് കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നാ നമുക്ക് അങ്ങനെ ലക്ഷ്യമില്ലാതെ അങ്ങ് നടക്കാം. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇവര് വീട്ടിൽ കൂടിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർക്കും വീട് കാണാൻ വേണ്ടിട്ട് വരികയാണ്. ഇവിടെ സൈക്കിൾ ഓടിക്കാൻ അടിപൊളിയാണ്. കണ്ട അവിടെ ഫുൾ പിള്ളേര് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രി എന്തോന്നു പിള്ളേർക്കൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ വൈകുന്നേരം വരുന്ന ടൈമിൽ ആരും ഇവിടുന്ന് കളിക്കുന്നുണ്ടായില്ല. രാത്രി എല്ലാ പിള്ളേരും പുറത്തിറങ്ങിയിട്ട്, നമ്മളൊക്കെ നാട്ടിലാകുമ്പോ രാത്രി 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വീട്ടിന്റെ അകത്ത് കയറണം എന്ന് പറയും. പക്ഷെ ഇവിടെ പിള്ളേരൊക്കെ ഫുൾ ഈ ടൈമിൽ പുറത്താണ് കേട്ടോ. എല്ലാരും കളിക്കുകയാണ് ഈ സമയത്ത്. ആൽവിനാട്ടിൽ ഇവിടെ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സച്ചിനാട്ടൻ കോഫിനെ കൊണ്ട് കളിപ്പിക്കാണ് കേട്ടോ. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ആ സൈഡിലൊരു ക്രിക്കറ്റ് പിച്ച് ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ടും ഉണ്ട്. ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുമോ? ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആൾക്കാര്. ഇവിടെ പാമ്പും കോണീന്റെ ഒരു അങ്ങനെ അവിടെ അപ്പുറത്തെ സൈഡിൽ ചെസ്സിന്റെ ഒരെണ്ണമുണ്ട്. അങ്ങനെ കുറെ സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനത്തെ ഇവിടെയൊക്കെ പിള്ളേർ കളിക്കോ? ഞാനാരും കളിക്കുന്ന കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ എന്തായാലും നല്ലൊരു സെറ്റപ്പാണ്. ആ ദൂരെ കാണുന്ന ക്ലബ് ഹൗസ്. ഓക്കെ, അതാണ് ക്ലബ് ഹൗസ്. അത് ക്ലബ് ഹൗസ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് ഇൻഡോർ ഗെയിംസും അങ്ങനെ കുറെ ജിമ്മും സ്വിമ്മിംഗ് പൂളും ഒക്കെ. പിന്നെ ഇവിടെ പിള്ളേര് മൊത്തം കളിക്കാട്ടോ. ഇവര് ഈ ടൈമിലാന്ന് തോന്നുന്നു എല്ലാരും ആക്റ്റീവായിട്ട്. രാവിലത്തെ ടൈമിലൊക്കെ ഇവിടെ കോച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട് ക്രിക്കറ്റിന്റെ. അവിടെ സൈഡിലൊരു ക്രിക്കറ്റ് പിച്ചും ഉണ്ട്. ആ സൈഡില് അങ്ങോട്ട് അവിടെ ഒരു ക്രിക്കറ്റ് പിച്ച് ഉണ്ട്. പിന്നെ കൊള്ളാം. ഇത് വാക്കിംഗ് ഏരിയ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കാണാനുണ്ട്. ഇവിടെ ചുറ്റും ഇങ്ങനെ നടന്ന്. നമ്മളിനി എങ്ങോട്ടേക്കാ പോകുന്നത്? ക്ലബ് ഹൗസിലേക്ക് പോവാം. ക്ലബ് ഹൗസിലേക്ക് പോവാം. ഇവിടെ കുട്ടികൾ മാത്രല്ല കേട്ടോ ഇപ്പൊ ആക്റ്റീവ്. അപ്പൂപ്പന്മാരും ആന്റിമാരും എല്ലാരും, അമ്മൂമ്മമാരും എല്ലാരും ആക്റ്റീവ്. ഞാൻ ഇത്രയും ആൾക്കാരെ ഇവിടെ കണ്ടിട്ടില്ല ഇത്രയും നേരമായിട്ട്. ഈ ഒരു ടൈമിലാണ് എല്ലാരും പുറത്തുനിന്ന് ജസ്റ്റ് വാക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. കുറച്ചും കൂടെ നൈറ്റ് ആയില്ലേ, ഒന്നും കൂടെ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ പീസ്ഫുൾ ആവും. അപ്പൊ ഇതാണല്ലേ ക്ലബ് ഹൗസ്? അപ്പൊ ക്ലബ് ഹൗസ് സെപ്പറേറ്റ് തന്നെ ഒരു സ്ഥലം അല്ലേ? ഒരു 3 floors എന്തോ ഉണ്ട്. അത് ഇവിടെ ഉള്ളില് ഞാൻ പറയാം, കാണാം നമുക്ക്.
ആ. പക്ഷെ കുറെ സാധനങ്ങളുണ്ട്. ഒരു സലോൺ ഉണ്ട്. സലൂണും ഉണ്ട്. സലോൺ ഓ അത് ശരി. അപ്പൊ ആക്റ്റീവായിട്ട് അവിടെ മെമ്പേഴ്സ് ചെയ്തു തരുന്ന ആൾക്കാരുണ്ടോ? അവിടെ എപ്പോഴും അത് ഫുള്ളി ഓപ്പറേഷനിലാണ്. എത്ര മണി വരെയാന്ന് എനിക്കറിയില്ല. അവിടെ പൈസ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അതെനിക്ക് വലിയ പിടുത്തമില്ല. എങ്ങനെയാ ലൈക്ക് ഇത് ഇവിടുത്തെ മെമ്പേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി അത് അവർ ചെക്ക് ഒന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു. ജിമ്മിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ആക്ച്വലി അലൗഡ് അല്ല. മെമ്പേഴ്സിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ച എന്താ കാര്യം എന്ന് വെച്ചാല് അത്യാവശ്യം ഇവര് മരവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ഒരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ക്ലബ് ഹൗസ്. നമ്മള് ഇതിനുള്ളിലേക്ക് എന്താ നോക്കാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഓ ഇവിടെ അടിപൊളി കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂള് സീൻ അടിപൊളി തന്നെ. ഇവിടെ അത്യാവശ്യം കൊതുകുണ്ട്. ബട്ട് പൂളൊക്കെ നല്ല സ്പേഷ്യസ് ആയ പൂള് കേട്ടോ. താഴെ അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, കുട്ടികൾക്കുള്ള ഒരു പൂളുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി സൊസൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഇൻഡോർ ആണ്. കുറെ കൂടെ പ്രൈവസി കിട്ടും. നല്ല സ്പേഷ്യസ് ആയ സ്ഥലമാണ് കേട്ടോ. കുറച്ച് കൊതുകുണ്ട് എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പൊ നമ്മൾ അടുത്ത ഫ്ലോർ എത്തി. ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ജിം ഉണ്ട്. നമ്മൾ ജിമ്മിലേക്ക് പോവാം. ജിമ്മിൽ എല്ലാ സംഭവങ്ങളും മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഷൂട്ടിംഗ് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. അടി കിട്ടിയ നിങ്ങൾ മേടിക്കുക. ഇവിടെ അത്യാവശ്യം ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ പോകുന്നില്ല. കാരണം വീഡിയോ ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ ചിലവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത് കൊണ്ട്. ബട്ട് സംഭവം അടിപൊളിയാണ്. എല്ലാ മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു സംഭവം ബില്ലിയാർഡ്സ് റൂം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഇപ്പം ആരും കളിക്കുന്നൊന്നുമില്ല. ഓ ഇത് നൈസാട്ടോ. ഇത് അത്യാവശ്യം നൈസാട്ടോ. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ജസ്റ്റ് പ്ലേ ചെയ്യാം. അറിയുന്നവർക്ക്. എനിക്കൊന്നും അറിയില്ല. ഇവിടെ ലോഞ്ച് റൂം എന്ന് പറഞ്ഞിട്ട് എന്തോ ഉണ്ട്, പക്ഷെ തുറക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് ലോക്ക്ഡ് ആണ്. പിന്നെന്തോ ഇവിടെ സ്ക്വാഷ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇവിടെ ഒന്നും ആരും കളിക്കുന്നില്ല, എംപ്റ്റി ആയിട്ടിരിക്കാണ്. ഇവിടെ ബാഡ്മിന്റന്റെ ഇതുണ്ട്. ബാഡ്മിന്റൺ കോർട്ട്. ഓ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിന്ദുജ പോയി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം ഇതിലെ കൂടെ പോയി സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ബാ, നല്ല ഷാൻഡലിയർ. അവിടെ ഇൻഡോർ ഗെയിംസിന്റെ ഒരു റൂം കാണുന്നുണ്ട്. ബാ പോയി നോക്കാം. ഇവൻ ഇതൊന്നും അവര് അതിന്റെ അകത്ത് കയറി ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പോയിരിക്കുന്നത്. പക്ഷേ ഇറക്കി വിട്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. സലൂൺ ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പുരികം ത്രെഡ് ചെയ്യാന്ന്. പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പം അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫ്ലോർ ഇത് ചെയ്യാം, കവർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കൊള്ളാം അല്ലെ. എല്ലാം നമുക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഇവിടുന്ന് തന്നെ എല്ലാ കാര്യം നടക്കുന്നുണ്ട്. ചിലപ്പോ പുറത്തു പോകാൻ മടിയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓ ഇവിടെ ഇൻഡോർ ഗെയിംസ് എന്നുള്ള. ഓ നൈസ്. പിള്ളേരൊക്കെ ഫുൾ കളിക്കുക കേട്ടോ. ഇവിടെ ക്യാരംസ്. ഇവിടെ ഒരു ടേബിൾ ടെന്നീസിന്റെ റൂം ഉണ്ട് വേറെ സെപ്പറേറ്റ്. ഇവിടെ ആൾക്കാർ കളിച്ചോണ്ടിരിക്കുകയാണ്.
അപ്പം ഇതാണ് TT റൂമാണ്. ക്ലോസ് ചെയ്യാം. ഇതാണ് ഈ ഫ്ലോറിലുള്ളത്. ഇനി ഇതിന്റെ മുകളിലത്തെ റൂം എങ്ങനെയാണ്? ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ എനിക്കൊന്ന് മാനേജ്മെന്റ് അവരുടെ സെറ്റപ്പ് ഒക്കെയാണ്. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഒക്കെ ഈ ഫ്ലോർ വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഓക്കെ, നമ്മളൊന്ന് മേലേക്ക് പോകുന്നില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഞാൻ സലൂണിലേക്ക് പോണം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയിൽ ആർട്ട്, മേക്കപ്പ്, ഏകദേശം എല്ലാം ഉണ്ട്. സാരി ഡ്രൈപ്പ്, ഹൈഡ്രാ ഫേഷ്യൽ, ഫേഷ്യൽ ക്ലീനപ്പ്, വാക്സിങ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനിവിടുന്ന് ഇപ്പൊ എടുക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ കുറച്ച് തിരക്കുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ സമയവും ഇല്ല. പോയി കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആ കോഫി ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇതാ കോഫി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇതാ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. മോക്സ് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പൊ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. പിന്നെ ഇതിന്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് അങ്ങോട്ടേക്കും കൂടി പോയി നോക്കാം. എന്തായാലും ഇപ്പൊ എന്തൊക്കെയാണ് ഒരു സൊസൈറ്റി തന്നെ അവരെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ കഴിക്കാനും ഉണ്ട് തോന്നിട്ടോ. ഇവിടുന്ന് ഞാൻ ഗ്ലാസ് കൂടെ കാണുന്നതാണ്. ഇതിവിടെ നമ്മളെ ഫ്രണ്ട്സ് നമ്പിയും ഇവരൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി ഓൾറെഡി. അവര് വാങ്ങിയിട്ട് ബില്ല് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറുന്നില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ നമ്മള് ഇന്നിപ്പം കവർ ചെയ്തത് സുമധുരയുടെ ഒരു സൊസൈറ്റിയാണ് കംപ്ലീറ്റ്ലി. എന്തിന്റെ സൊസൈറ്റിന്റെ പേര്? സുമധുര ഈഡൻ ഗാർഡൻ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇവർ കറക്റ്റ് ആയിട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു മിസ്റ്റേക്ക് ഇവർ വരുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് വീടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് തന്നെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ബേബി വരാൻ പോവാണല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നന്നായിരുന്നു. സൊസൈറ്റിയും എല്ലാം ഇഷ്ടമായി. അപ്പം താങ്ക്സ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന്. അപ്പൊ എല്ലാരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.